ചൈന ഇറാനിലേക്ക് രഹസ്യമായിട്ട് ആയുധങ്ങൾ എത്തിക്കുന്നു. ഇറാന്റെ ഏറ്റവും വലിയ സ്ട്രാറ്റജിക് പാർട്ട്ണർ ആണ് യഥാർത്ഥത്തിൽ ചൈന എന്ന് പറയുന്നത്. അമേരിക്ക ഇറാനെ അറ്റാക്ക് ചെയ്ത സമയത്ത് ഇറാന് വേണ്ട സുപ്രധാനമായിട്ടുള്ള പല വിവരങ്ങളും ഇറാന് കൈമാറിയതും, അതേപോലെ തന്നെ ഈ അമേരിക്കയുടെ യു എ പോലെയുള്ള രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ ബേസുകളുടെ ഈ സാറ്റലൈറ്റ് ചിത്രങ്ങൾ അടക്കം ഇറാന് നൽകിയത്, അതായത് ക്വാളിറ്റി ഇല്ല സാറ്റലൈറ്റ് ചിത്രങ്ങൾ അടക്കം ഇറാന് നൽകിയത് ചൈനയാണെന്നാണ് പറയുന്നത്. ചൈന അയച്ചിട്ടുള്ള ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇറാൻ ബേസിക്കലി അമേരിക്കയെ ടാക്കിൾ ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പൊ അക്കൂട്ടത്തിലാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ അടുത്തു നിന്നുള്ള ഒരു ന്യൂസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ന്യൂസ് വരുന്നത്. അതായത് ഉറവിടം മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് ആഫ്രിക്കയിലെ പല മൂന്നാം ലോക രാജ്യങ്ങൾ വഴി എന്ത് ചെയ്തിട്ടുണ്ട്, ഇറാനിലോട്ട് ആയുധങ്ങൾ എത്തിക്കാൻ പല ചൈനീസ് കമ്പനികളും ചർച്ച നടത്തി എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ഇറാനുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള മിലിറ്ററി ഷെയറിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ടെക്നോളജി ഷെയറിങ്ങോ സാധ്യമല്ല. അതായത് അമേരിക്കൻ ഉപരോധം നിലനിൽക്കുന്നത് കൊണ്ടാണ് അത് സാധ്യമല്ലാത്തത്. പക്ഷേ ഈ അമേരിക്കൻ ഉപരോധങ്ങൾക്കൊക്കെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ചൈന ഇറാന്റെ എണ്ണയും കൊണ്ട് പോയിരുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വാറിന്റെ കോണ്ടെക്സ്റ്റിൽ അത്യധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാർത്ത പുറത്തു വരുന്നത് എന്നുള്ളതാണ്. അതായത് എന്തുകൊണ്ടാണ് ചൈന ഡയറക്റ്റ് ആയിട്ട് ഇറാൻ ആയുധങ്ങൾ കൈമാറാത്തെ? ഒന്നാമത് അത് സാധ്യമല്ല എന്നുള്ളതാണ്. അത് അങ്ങനെ ചൈനക്ക് ഇറാന് ഇതുപോലെ ആയുധങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ സാധ്യമല്ല. കാരണം ശക്തമായിട്ടുള്ള മോണിറ്ററിങ്ങിലും പല പരിപാടികളും ഉണ്ട്. പക്ഷേ ഫ്ലാഗ് ചേഞ്ച് ചെയ്യുന്നത് വഴി, അതേപോലെ തന്നെ ഈ ഷിപ്പിന്റെ നാവിഗേഷൻ ഒക്കെ ഓഫ് ആക്കിയിട്ട് ഈ ആയുധങ്ങള് ജിബൂട്ടി പോലെയൊക്കെയുള്ള ആഫ്രിക്കയിലെ പല മൂന്നാം ലോക രാജ്യങ്ങളിലേക്കും എത്തിച്ചിട്ട് അവിടെ നിന്ന് ജിബൂട്ടി കൈമാറുന്ന ചരക്ക് എന്ന വ്യാജേനയാണ് ഇവര് ഇറാനിലോട്ട് ആയുധങ്ങൾ എത്തിക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ചർച്ചകൾ നടന്നു. ആയുധങ്ങൾ എത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തില് കൺഫർമേഷൻ ഇല്ല എന്നുള്ളതാണ്. ആയുധങ്ങൾ എത്തിച്ചിട്ടുണ്ട് എന്നാണ് പല സോഴ്സിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ കൂടെ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ വാറിന്റെ കോണ്ടെക്സ്റ്റിൽ ഇപ്പൊ ഡെവലപ്പ് ആവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇതിന്റെ ഫുൾ ന്യൂസ് നോക്കുകയാണെങ്കിൽ, അമേരിക്കൻ രഹസ്യാന്വേഷണ റിപ്പോർട്ട് പ്രകാരം ആയുധങ്ങളുടെ ഉറവിടം മറച്ചു വെക്കുന്നതിനായി ആഫ്രിക്കയിലെ മൂന്നാം ലോക രാജ്യങ്ങൾ വഴി ഇറാനിലേക്ക് രഹസ്യമായി ആയുധങ്ങൾ എത്തിക്കുന്നതിനെ കുറിച്ച് ചില ചൈനീസ് കമ്പനികൾ ചർച്ച നടത്തിയതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആയുധങ്ങൾ യഥാർത്ഥത്തിൽ ഇറാനിൽ എത്തിച്ചോ എന്നതും ഇത് ബീജിങ്ങിന്റെ എത്രത്തോളം അനുമതിയോ പിന്തുണയോ ഉണ്ടായിരുന്നുവെന്നും വ്യക്തമല്ലെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറയുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ സർക്കാർ അറിവോടെ ആയിരിക്കണം എന്നാണ് വിലയിരുത്തൽ. ചൈനയിലുള്ള ഒരു ചൈനീസ് കമ്പനി ചൈന അറിയാതെ, ചൈനയുടെ ഗവൺമെന്റ് അറിയാതെ, ഷീ ജിൻപിങ് അറിയാണ്ട് ഒരു 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 കല്ലെടുത്ത് മാറ്റി വെക്കുന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഗവൺമെന്റിന്റെ അത്ര അധികം മോണിറ്ററിങ് ഉള്ള ഒരു രാജ്യമാണ് അത്. അവര് സ്പെൻഡ് ചെയ്യുന്ന ഓരോ പൈസയ്ക്കും ഗവൺമെന്റ് മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ചൈനയുടെ കാര്യത്തിലുള്ള ഒരു പ്രത്യേകത. ഇത് വേറെ ഏതെങ്കിലും രാജ്യം ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് വിശ്വസിക്കാം. ഗവൺമെന്റിന്റെ അനുമതി ഇല്ലാതെ പല ഫ്രിഞ്ച് എലമെന്റ് ഗ്രൂപ്പുകളും പല സംഘടനകളും പല പല കമ്പനികളുമായിട്ട് ചേർന്നിട്ട് ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടത്താം. അത് അമേരിക്കയിലും ചിലപ്പോൾ നടത്താം. പക്ഷെ ചൈനയുടെ കാര്യത്തിൽ ചൈനയുടെ ഗവൺമെന്റ് അറിയാണ്ട് ഒരു കാര്യം നടക്കുന്നുള്ളത് നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല എന്നുള്ളതാണ്. ഇനി അടുത്തത്, ഇടനില രാജ്യങ്ങളിൽ കുറഞ്ഞത് ഒന്ന് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നുവെന്നും അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ സേനയ്ക്കെതിരായ യുദ്ധത്തിൽ ഇതുവരെ ചൈനീസ് ആയുധങ്ങൾ ഉപയോഗിച്ചതായി തെളിവുകളില്ലെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഡ്രോണുകളും മിസൈൽ സാങ്കേതിക വിദ്യകളും സംബന്ധിച്ച ഡുവൽ യൂസ്ഡ് ടെക്നോളജി, ഉപഗ്രഹ സഹായം, രഹസ്യാന്വേഷണ വിവരങ്ങൾ എന്നിവ ചൈന ഇതിനകം ഇറാനെ സഹായിച്ചിട്ടുണ്ടെന്നും മുമ്പ് MANPADS നൽകുന്നതും പരിഗണിച്ചിരുന്നുവെന്നും അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറയുന്നു. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. എത്രത്തോളം ഈ പറയുന്ന സാറ്റലൈറ്റ് ഇമേജുകളും അതേപോലെ തന്നെ ചൈനയുടെ ഇപ്പോഴത്തെ സ്പേസ് ടെക്നോളജിയും അതേപോലെ തന്നെ അതിൽ കിട്ടിയിട്ടുള്ള ഡാറ്റനൊക്കെ എത്രത്തോളം ഇറാന് അനുകൂലമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. കാരണം
ഈ ഈ ബേസുകൾ അമേരിക്കക്ക് ഇനി യൂസ് ചെയ്യാൻ പറ്റാത്ത അത്രത്തോളം ഡാമേജ് ഇറാൻ അവിടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് പോയിന്റിൽ ഹിറ്റ് ചെയ്യണം, എവിടെയാണ് ഇവിടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പോയിന്റ് ഈ ബേസുകൾ ഉള്ളത് എന്ന് അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ കുറെ മണ്ണോ ചരലോ വാരിയിട്ട് അങ്ങ് എറിയുമ്പോ കുറെ മണ്ണും ചരലും ഓരോ സ്ഥലത്ത് എവിടെയെങ്കിലൊക്കെ പോയി വീണോളും എന്ന രീതിയിലല്ല ഇറാൻ അങ്ങോട്ട് ആക്രമിച്ചേക്കുന്നത്. പ്രിസിഷൻ അറ്റാക്ക് ആണ്. ആ ബേസുകളിൽ തന്നെയാണ് ഈ പറയുന്ന മിസൈലുകൾ പോയി വീണിട്ടുള്ളത്. അപ്പൊ അതെങ്ങനെ അവർക്ക് കിട്ടി? അതേപോലെ തന്നെ ഇവര് വിമാനങ്ങൾ ഡോക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ ഇതാണെന്നുള്ള ഇൻഫർമേഷൻസ് ഇവർക്ക് എങ്ങനെ കിട്ടി? ഇവരവിടെ പോയി നോക്കി? ഇല്ല. ഇത് ചൈന കൊടുത്തിട്ടുള്ള സഹായമാണ്. ചൈനയുടെ സാറ്റലൈറ്റുകളും ഇമേജറികളാണ് ഇവര് യൂസ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഇവര് യൂസ് ചെയ്യാൻ സാധ്യതയുള്ള കുറെ രാജ്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ രാജ്യം എന്ന് പറയുന്നത് ജിബൂട്ടിയാണ്. അതായത് ചൈനയ്ക്ക് ഒരു ഓവർസീസ് മിലിറ്ററി ബേസ് ഉള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് ജിബൂട്ടിയാണ്. അതായത് റെഡ് സീ ഗൾഫ് റൂട്ടിന് വളരെ അടുത്തുള്ള സ്ഥാനം. അതായത് ഈ സൂയസ് കനാൽ എന്ന് പറയുന്നത് നമുക്കറിയാം ലോകത്തിലെ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ കപ്പൽ ഗതാഗതത്തിന്റെ ഒരു ജീവനാഡി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്ന സൂയസ് എന്ന് പറയുന്നത്. അപ്പൊ സൂയസില് ഈ ജിബൂട്ടിയിലും അതേപോലെ തന്നെ സൂയസിന്റെ കരയിലുള്ള പല രാജ്യങ്ങളിലും ലോകത്തുള്ള മിക്കവാറും എല്ലാ രാജ്യങ്ങൾക്കും അവിടെ ബേസ് ഉണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ് ഈ രാജ്യത്ത് ഇത്ര അധികം ബേസുകൾ അവർ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു തരത്തിലും സൂയസ് കനാല് ബ്ലോക്ക് ആവാൻ പാടില്ല. ഒരു തരത്തിലും ഒരു രാജ്യവും സൂയസ് കനാലിന്റെ മേലെ ആധിപത്യം സ്ഥാപിക്കാനും പാടില്ല. ഇത് മുൻനിർത്തിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ജിബൂട്ടി പോലെയുള്ള ഈ സൂയസിന്റെ തീരത്തുള്ള പല രാജ്യങ്ങളിലും എന്തുള്ളത്, പല രാജ്യങ്ങൾക്കും ബേസ് ഉള്ളത്. എന്നിട്ടും അവിടെ ഈ പറയുന്ന ഒമാനിലുള്ള ഈ എന്താണ് പറയാ ഈ ഹിസ്ബുള്ളനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഹൂത്തി ടീമുകളൊക്കെ അവിടെ മിസൈൽ ആക്രമണം അതേപോലെ തന്നെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം നടത്തുന്നുണ്ട്. പിന്നെ ഉള്ളത് ഈജിപ്ത് ആണ്. സൂയസ് കനാൽ ആക്സസ് ഉള്ളതിനാൽ കാർഗോ റൂട്ടിൽ പ്രധാന ഹബ്ബ്. പക്ഷെ ഈജിപ്ത് സാധാരണ ഓപ്പൺലി US ബന്ധം കാത്തി സൂക്ഷിക്കുന്ന രാജ്യമാണ്. എന്നിരുന്നാലും ഈജിപ്തിന് ചൈനയായിട്ട് ബന്ധമുണ്ട്. ടാൻസാനിയ അല്ലെങ്കിൽ കെനിയ വഴി ഇവർക്ക് കടത്താം. അപ്പൊ ഇതെല്ലാം ടാൻസാനിയ കെനിയ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഇവര് പല തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള രാജ്യം കൂടിയാണ്. ചൈന പല തരത്തിലുള്ള ലോണുകൾ ടാൻസാനിയ കെനിയ പോലെയുള്ള രാജ്യങ്ങൾക്ക് നൽകുന്നുണ്ട്. ചൈനയുടെ പ്രൊഡക്റ്റിന്റെ വലിയൊരു മാർക്കറ്റാണ് ഇന്ന് ആഫ്രിക്ക എന്ന് പറയുന്നത്. അപ്പൊ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചൈനക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയും അതേപോലെ തന്നെ ഏറ്റവും അനുകൂലമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഉള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ പശ്ചാത്തലങ്ങളെല്ലാം കൂടെ കൂട്ടി വായിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറാന് അമേരിക്കയെയും ഇസ്രായേലിനും പ്രതിരോധിക്കാൻ തക്കതായിട്ടുള്ള ആയുധങ്ങൾ ഇറാന്റെ കയ്യിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഈ ലാസ്റ്റ് ഈ അമേരിക്കൻ ഹെലികോപ്റ്റർ അറ്റാക്കിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഡ്രിൽ വീഡിയോ ഇവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇവർ പലതരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ആയുധങ്ങൾ വാങ്ങാനോ അതേപോലെ തന്നെ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യയും അതേപോലെ തന്നെ അതിന്റെ റോ മെറ്റീരിയൽസും ഇല്ലാത്ത ഒരു രാജ്യത്തിന് എങ്ങനെ എവിടെ നിന്ന് ഇത്ര അധികം ആയുധങ്ങൾ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എക്സ്റ്റേണലി പല ഫോഴ്സുകളും ഇറാനെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ചൈനക്ക് ഓയിൽ വിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് യുവാൻ വാങ്ങിച്ചുകൊണ്ട് ഇവർ വരില്ല ചെയ്യുന്നത്. ഒരു ബാർട്ടർ സമ്പ്രദായം പോലെ നടക്കുന്നത്. ചൈനക്ക് ഇറാൻ ഓയിൽ നൽകുമ്പോ ആ ഓയിൽ വാങ്ങിക്കുന്ന പൈസ ചൈനയിലെ ഏതെങ്കിലും ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കിൽ ഏതെങ്കിലും അക്കൗണ്ടിൽ ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ആ ബാങ്കിലെ ആ സ്പെസിഫിക് ആയിട്ടുള്ള അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് ഇറാൻ ആവശ്യമായിട്ടുള്ള സകല സാധനങ്ങളും ഇറാൻ എന്ത് ചെയ്യും, ചൈനയിൽ നിന്ന് വാങ്ങിക്കും. അതിനകത്ത് ഡ്രോണുകൾക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലുകൾ ഉണ്ട്, അതേപോലെ തന്നെ മിസൈലുകൾക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലുകൾ, റോ മെറ്റീരിയൽസ് ഉണ്ട്. ഇങ്ങനത്തെ പല സാധനങ്ങളും ഇറാൻ വാങ്ങിക്കുകയും അങ്ങനെയാണ് ഇറാന്റെ ആയുധ ശേഷിനെ വർദ്ധിപ്പിക്കുന്നത്. അപ്പൊ അതിനെല്ലാം കൂട്ടി വായിച്ചു നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു വാറിന്റെ കോണ്ടെക്സ്റ്റില് ഈ ചർച്ചകൾ നടന്നു എന്ന് മാത്രമല്ല നമുക്ക് പറയാൻ പറ്റുക, മിക്കവാറും ആയുധ കൈമാറ്റം നടന്നിട്ടുണ്ടായിരിക്കാം എന്നും കൂടെ നമുക്ക് പറയാം എന്നുള്ളതാണ്.